ഹലോ നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചയൂണ് കറികളുമാണ്. പിന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു അരിദോശയാണ്. ഇൻസ്റ്റൻ്റായി തയ്യാറാക്കുന്ന അരിപ്പൊടി വെച്ചിട്ടുള്ള ഒരു ദോശ. അതിനായിട്ട് ഒരു 1.25 കപ്പോളം വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/4 കപ്പ് റവ, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. ഇനി അതിലേക്ക് ഗ്രേറ്റ് ചെയ്തെടുത്തുള്ള ഒരു പകുതി ക്യാരറ്റ്, അതുപോലെ തന്നെ ഒരു ചെറിയ സവാള ചെറുതായി കട്ട് ചെയ്തത്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ അതിലേക്ക് ഒരു 1/2 സ്പൂണോളം ചെറിയ ജീരകം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ചധികം വെള്ളം ഒഴിച്ച് നല്ല ലൂസായിട്ട് കലക്കിയെടുക്കാം. ഇത് നമ്മുടെ ഇൻസ്റ്റൻ്റായി ഉണ്ടാക്കുന്ന അരിദോശയ്ക്കുള്ള മാവൊക്കെ കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കുക. പിന്നെ ഇതിലേക്ക് മുളകൊക്കെ ചുട്ടരച്ചുള്ള നാളികേര ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് കാച്ചിയെടുക്കാനായിട്ട് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ആവശ്യത്തിനുള്ള കടുകും അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണൊക്കെ ഉണ്ടാവും ഉലുവയും ആദ്യം ഒന്ന് പൊട്ടിച്ചെടുത്തു. ഉലുവയും കടുകും ഒന്ന് മൂത്ത് വന്നപ്പോൾ ഫ്ലെയിം ഓഫ് ആക്കി കുറച്ച് കറിവേപ്പില കൂടിയിട്ട് അപ്പോൾ അതേ ചട്നി ഒന്ന് കാച്ചി മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി ദോശ ഉണ്ടാക്കാനുള്ള പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള മാവ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുന്നതിന് മുമ്പ് നല്ലോണം ഒന്ന് കയ്യിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മൾ റവ ദോശയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഇങ്ങനെ ഒരു ഓട്ടോട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ കനം കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു ഭാഗം നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ ഒന്ന് ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. മറിച്ചിട്ട് കൊടുത്ത് തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൊരിഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ നെയ്യ് വേണമെങ്കിൽ ഇഷ്ടമുള്ളവർക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അരിദോശയും നാളികേര ചട്നിയും. പിന്നെ ഉച്ചക്കലത്തേക്കായിട്ട് ചേമ്പ് മോരുകറിയും അതുപോലെ തന്നെ പയറുതോരനും മീൻ വറുത്തതാണ്. അപ്പം ചേമ്പൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് ഇത്തിരി വലിയ കഷ്ണങ്ങളായി കട്ട് ചെയ്ത് കുറച്ച് നേരം ഒരിത്തിരി ഉപ്പിട്ട് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കുക. ഇതുപോലെ ചേമ്പ് അതുപോലെ തന്നെ കൊള്ളിയൊക്കെ കുറച്ച് നേരം വെള്ളത്തിൽ ഉപ്പിട്ട് വെച്ചിട്ട് പിന്നെ കഴുകിയെടുക്കണമെങ്കിൽ. അപ്പോൾ നമ്മൾ മണ്ണിൻ്റെ അടിയിൽ ഉണ്ടാവണതല്ല, അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉപ്പും വെള്ളത്തിലിട്ട് വെച്ച് കഴുകിയെടുക്കണം, നല്ലതാണ്. അപ്പോൾ അതേ ചേമ്പൊക്കെ കഴുകി മൺചട്ടിയിലേക്ക് ഇട്ട് പിന്നെ അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ആദ്യം വേവിച്ചെടുക്കുക. അപ്പോൾ ഇത് മുളക് പൊടിയൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് എടുക്കുക.
പിന്നെ ഉപ്പേരിക്കായിട്ട് നമ്മൾ പച്ചപ്പയറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതേ പയറുപ്പേരിക്കുള്ള ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായി വന്നപ്പോൾ ആദ്യം കുറച്ച് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുകെല്ലാം പൊട്ടി വന്നപ്പോൾ ചെറിയുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നപ്പോൾ എരിവിന് ആവശ്യമുള്ള ചതച്ച മുളക് കൂടിയിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ മൂപ്പിച്ചു. അതിന് ശേഷം നമ്മൾ ക്ലീൻ ചെയ്തെടുത്ത പയർ ഒട്ടും വെള്ളമില്ലാണ്ട് അതിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം മൂടി വെച്ച് ചെറിയ തീയിൽ വലിയിച്ചെടുക്കുക. പയറൊന്ന് വാടി വരുമ്പോഴേക്കും ചേമ്പ് കറിയിലേക്കുള്ള നാളികേരം ഒരു പച്ചമുളകും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പയറൊന്ന് വാടി വന്നു. അപ്പോൾ അതൊന്ന് തുറന്നൊന്ന് വീണ്ടും ഒന്നും കൂടി നന്നായി ഇളക്കിയതിന് ശേഷം വീണ്ടും കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വെച്ചു. അങ്ങനെ വലിയിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ പയറുപ്പേരിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചേമ്പ് നന്നായി വെന്ത് വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് തൈരാണ്. അപ്പോൾ ഇത്തിരി പുളിയുള്ള തൈരാണെങ്കിൽ കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ തൈരിന് അത്ര പുളിയൊന്നുമില്ല, എന്നാലും ഞാനൊരു ബൗൾ തൈര് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തൈരാണെങ്കിൽ പുളി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. തൈരും ഉപ്പും ഇട്ട് ഒന്ന് തിളച്ച് വരുന്നതോടുകൂടി നമ്മൾ അരച്ച് വെച്ച നാളികേരം കൂടി അതിലേക്ക് ഒഴിച്ച് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് അതും കൂടി ഒഴിച്ച് ആവശ്യത്തിനുള്ള പാകത്തിനുള്ള വെള്ളമാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ നാളികേരം ഒഴിച്ച് ഒന്ന് തിള വന്നപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഇനി അതിലേക്ക് ഇതേ വെളിച്ചെണ്ണയിൽ കടുക്, ഉലുവ, വറ്റൽമുളക്, കറിവേപ്പില മൂപ്പിച്ച് താളിച്ച് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ഒഴിച്ചുകറി ചേമ്പ് തൈര് ഒഴിച്ചിട്ടുള്ളത് റെഡി ആയിട്ടുണ്ട്. പിന്നെ കുറച്ച് മീനൊന്ന് മുളക് പറ്റി വയ്ക്കണം. അപ്പോൾ അതിനായിട്ട് മുളക്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് നാരങ്ങനീര്, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ക്ലീൻ ചെയ്തെടുത്ത മീൻ അതിലേക്കിട്ട് കുറച്ച് നേരം ഒന്ന് മസാല പുരട്ടി വെച്ചതിന് ശേഷം വറുത്തെടുക്കാം. കുറച്ച് നേരം വെച്ചതിന് ശേഷം മീനും കൂടി ഒന്ന് വറുത്തെടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ഉച്ചയൂണ് കറികൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.